ഹലോ ഗൈസ്, ഇന്ന് സഞ്ജു സാംസൺ കളിക്കുമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ന് സഞ്ജു സാംസൺ കളിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇഷാൻ കിഷൻ വിശ്രമം അനുഭവിച്ച് അഭിഷേക് ശർമ്മയോടൊപ്പം ആ പൊസിഷനിൽ സഞ്ജു സാംസൺ കളിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇഷാൻ കിഷൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഫോമിലുള്ള കളിക്കാരനായതുകൊണ്ട് തന്നെ പുള്ളിക്കൊരു വിശ്രമം ആവശ്യമാണ്. സൂപ്പർ 8ലേക്ക് കളിക്കുമ്പോൾ ശക്തരായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയൊക്കെ കളിക്കാനുള്ളതുകൊണ്ട് ഇഷാൻ കിഷന് വിശ്രമം തന്നെ കിട്ടാനാണ് ചാൻസ്. ഫോം ഔട്ടായ അഭിഷേക് ശർമ്മ ഇന്ന് കളിക്കും. ഇന്നും ഫോം ഔട്ടാണെങ്കിൽ സഞ്ജു ഇന്ന് ഫോമായാൽ സഞ്ജുവിനാണ് സൂപ്പർ 8ൽ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് നല്ലൊരു ഡിബേറ്റ് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഞ്ജു ഇന്ന് കളിക്കാൻ അവസരം കിട്ടിയാൽ ഒരു 50+ സ്കോർ നേടുകയും അഭിഷേക് ശർമ്മ ഫ്ലോപ്പ് ആവുകയും ചെയ്താൽ സഞ്ജുവിന് അത് വൻ ഒരു തിരിച്ചറിവ് തന്നെയാവും. അഭിഷേക് ശർമ്മ ഫ്ലോപ്പ് ആവാണ്ടിരിക്കട്ടെ. എന്തായാലും സഞ്ജുവിനെയും അഭിഷേകിനെ സംബന്ധിച്ച് ഇന്നത്തെ കളി ഡു ഓർ ഡൈ മാച്ച് പോലത്തെ തന്നെയാണ്. അഭിഷേക് 2 കളി ഡെക്കാണ്. സഞ്ജു കഴിഞ്ഞ കളിയിൽ 8 ബോൾ 22 അടിച്ചുകൊണ്ട് സഞ്ജു ചെറിയൊരു ചാൻസ് ഉണ്ട് പുള്ളിക്ക്. ഇന്നത്തെ കളി നമുക്ക് അഹമ്മദാബാദ് പിച്ചാണ്, ബാറ്റിംഗ് പിച്ചാണ്. 200 അബോവാണ് അവിടെ എപ്പോഴും സ്കോർ. ഇന്ന് ഇന്ത്യ ചെറിയ ടീമാണ്, നെതർലാൻഡിനെതിരെയാണ്. പക്ഷേ അവരെ ചെറിയ ടീമായിട്ട് കാണരുത്, അവർക്ക് നല്ല സ്പിൻ ബോളേഴ്സ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ മാച്ച് സഞ്ജുവിനെ സംബന്ധിച്ചും അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചും നല്ലൊരു നിർണമായ അവസരം ആണ് ഇന്നത്തെ വരുന്നത്. അതുപോലെ കുൽദീപ് യാദവിന് വരാം, അർഷ്ദീപ് സിംഗ് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത റിവ്യൂവുമായി വരാം. അതുവരെ എല്ലാവർക്കും ബായ് ബായ്.